ആനിമൽ രചന സൂര്യകാന്തി പെണ്ണ്. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആരാ? കാർത്തുവാതിലേക്ക് നോക്കി വിറച്ച് വിറച്ച് ചോദിച്ചു. ഇത് ഞാനാടി വേണേ. പുറത്തുനിന്ന് ദിനേശിന്റെ സ്വരം. കാർന്നൊരു ഉള്ള ശ്വാസം കളഞ്ഞേനെ ഇപ്പോ. കാർത്തു നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് വേഗത്തിൽ ഇറങ്ങി വന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഉറക്കൊന്നുമില്ലേടി? മൂന്നും കണ്ണുമിഴിച്ച് നിൽക്കുന്ന കാണെ ദിനേശൻ ചോദിച്ചു. ഉള്ള ഉറക്കെല്ലാം ഒരു കാലം കൊണ്ടുപോയി കാർന്നവരെ. കാർത്തു ദിനേശിനെ നോക്കി പറയവേ പാർവണ അവിടെ കയ്യിലൊന്നുള്ളി. ദിനേശിനോട് പറയേണ്ടെന്ന് കണ്ണോട്ട് ആങ്ങി കാണിക്കുകയും ചെയ്തു. കാലനോ? ദിനേശൻ നെറ്റി വിളിച്ചു. ഈ പെണ്ണ് വെറുതെ ഓരോന്ന് പറയോ? അല്ല അതവിടെ നിൽക്കട്ടെ, താങ്കൾ എന്താണ് ഇപ്പൊ ഈ വഴിയൊക്കെ? പാറു ദിനേശിനെ അടിമുടിയെ നോക്കി. സാധാരണ വിശക്കുമ്പോഴോ 10 20 വാങ്ങാനാണ് വരുന്നത് ദിനേശൻ, അല്ലാതെ ആ സമയത്തുള്ള ഈ വരവൊന്നും ഇല്ലാത്തതാണ്. ഏയ് വെറുതെ. ദിനേശനൊന്ന് കണ്ണി ചിമ്മി കാണിച്ചു. വഴി തെറ്റി വന്നാ തോന്നുന്നു കാർന്നൂര്. കണ്ടില്ലേ, മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല. 4 കാലിൽ നിൽക്കുന്ന ദിനേശനെ കെറിവിച്ച് നോയിക്കൊണ്ട് കാർത്തു പറഞ്ഞു. ദിനേശനെ കുടിച്ചിട്ടുണ്ടോ? പാറു അയാളെ സൂക്ഷിച്ചു നോക്കി. ദിനേശനൊന്ന് പതറി. എന്തോന്ന് ചോദ്യം എന്റെ ചേച്ചി? ആ കാലിലേക്ക് നോക്കിയേ, ആ നിലത്ത് മുട്ടുന്ന പോലും ഇല്ല. അങ്ങേരെ ഏറലാ നിൽക്കുന്നേ. നിങ്ങൾ കള്ളിയങ്കാട്ടിൽ എനിക്കൊരു വെല്ലുവിളിയാണ് കാരണവരെ. ഈ പെണ്ണ് വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്റെ പാറു, ഞാനൊരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ദിനേശൻ കുഴഞ്ഞ നാവോടെ പറഞ്ഞു. ആഹാ, എന്തൊരു വിശ്വസനീയമായ നോണ. ഒരു തീപ്പെട്ടിക്കുളർച്ച ആ ദേഹത്തേക്കൊന്ന് ഇട്ടു നോക്കിയ ചേച്ചി, ഒരാഴ്ചത്തേക്ക് നിന്ന് കത്തും. ഒന്ന് പോടി കൊണ്ടുപോളേ. ദിനേശൻ കാർത്തൂനെ നോക്കി ചുണ്ടുകൂട്ടി. ഒന്നിടത്തേക്ക് രണ്ടും നേർക്ക് നേരെ വന്ന രണ്ടും കൂടെ മനുഷ്യന് സ്വസ്ഥയിരില്ല. പാറു കാർത്തൂനെയും ദിനേശനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു. പാറുണിക്ക് ക്ഷമ കിട്ടു എന്ന് തോന്നിയപ്പോൾ കാർത്തുവും ദിനേശനും സമാധാന കരാർ ഒപ്പിട്ട് നിശബ്ദരായി നിന്നു. പോയി കിടക്കാൻ നോക്ക് കാർത്തു, നാളെ കോളേജിലുള്ളല്ലേ. അവ ഗുഡ് നൈറ്റ് കാർന്നവരെ. ഓടി വന്ന് ദിനേശന്റെ കവളിൽ ഉമ്മയും കൊടുത്ത് കാർത്തു അകത്തേക്ക് കയറി. ആ നീ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ലല്ലോ പൊന്നെ. അഴിഞ്ഞൊളിഞ്ഞ ഉടുമുണ്ടോ നേരെ എടുക്കുന്നതിനിടെയാണ് ദിനേശൻ പക്രുവിനെ നോക്കുന്നത്. പക്രു ദിനേശനെ നോക്കിയും ചിരിച്ചു. ദിനേശൻ അവനെ പൊക്കിയെടുത്ത് എളിയിലേക്ക് വെച്ചു. രണ്ടും കൂടെ കെട്ടിമറിഞ്ഞ് വീഴണ്ട. പാറു അകത്തേക്ക് കിടക്കുന്നതിനിടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഞാൻ വീണാലും എന്റെ കൊച്ചിനെ ഞാൻ തള്ളിയിടത്തില്ലടി. ദിനേശൻ അവന്റെ കവളിൽ ഇറുക്കിയൊരു മുത്തം കൊടുത്തുകൊണ്ട് പറഞ്ഞു. എങ്ങനെ ഉണ്ടടാ നിന്റെ കോളേജും പിള്ളേരെല്ലാം? കുഴപ്പമില്ല. മറുപടി അറിയുമ്പോൾ പക്രുവിന്റെ മുഖം വാടി. ഈ പറച്ചിൽ തന്നെ എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോടാ. എന്താടാ കുഞ്ഞാ നിന്റെ മുഖത്തൊരു തെളിച്ചല്ലാത്ത? എന്നെ എല്ലാവരും കൂടെ അങ്ങ് ഒറ്റപ്പെടുത്തുക കാരണവരെ. ബാക്കിയുള്ളവർക്കൊക്കെ സാധാരണ, അതിൻ്റെ ഇടയിൽ സ്നേഹമുള്ളവരൊന്നുമില്ല. ഈ ചേച്ചിയോട് ഞാൻ പറഞ്ഞു ഇനി പഠിക്കുന്നില്ലെന്ന്. ഇന്നാളെ ലളിതാമ്മ കണ്ടപ്പോഴും പറഞ്ഞു, നീ പഠിച്ച് പാസ്സായിട്ടും കാര്യമൊന്നുമില്ല, ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്. അവർക്ക് ഭ്രാന്താടാ മോനെ. ഇങ്ങനെ നാവിനില്ലാത്തൊരു തള്ള ഈ പഞ്ചായത്തിൽ വേറെ ഇല്ല. ദിനേശിന് ദേഷ്യം വന്നു. ഏയ് അവര് പറയുന്നതിലും കാര്യമൊക്കെ ഉണ്ട്. ഈ പോരായ്മയെല്ലാം വെച്ച് എനിക്ക് എവിടെ എത്താൻ പറ്റില്ല. പക്രുവിന് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട പോലെ. എന്റെ കുഞ്ഞിന് അതിനു മാത്രമുള്ള പോരായ്മയൊന്നുമില്ല. നോക്ക്, നിനക്കും കാർത്തിനും വേണ്ടി രാവും പകലും കിടന്ന് ഓടി നടക്കുന്ന ഒരുത്തിയില്ലേ ഇവിടെ. അവളുടെ പ്രാർത്ഥന ഉണ്ടാവും നിന്റെ ഒപ്പം. അവളുടെ പ്രാർത്ഥന പെട്ടെന്നൊന്നും അങ്ങ് തട്ടിക്കളയാൻ ദൈവത്തിനാവില്ലടാ. നീ കൂടെ ഒന്ന് ഉഷാറായാൽ മതി. ദിനേശൻ അവന് ആത്മവിശ്വാസം കൊടുത്തു. ദിനേശൻ പറയുന്ന പോലെ പാർവണയുടെ മുഖം ആലോചിക്കുമ്പോഴാണ് പക്രുവിന് പഠിക്കാൻ തോന്നുന്നു, ജീവിക്കാൻ തോന്നുന്നുമില്ല. സ്വന്തം ചേച്ചി അല്ലാതിരുന്നിട്ട് കൂടി പാറു തങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്ന കാണുമ്പോൾ പാറുവിന് വേണ്ടിയെങ്കിലും അവന് ജയിച്ച് കാണിക്കണമെന്ന് തോന്നും. അന്ന് രാത്രി പാട്ടും കഥയും ചിരിയുമെല്ലാമായി ദിനേശനും പക്രുവും നേരം വിളിപ്പിച്ചു. അതല്ലെങ്കിലും ദിനേശൻ വരുന്ന ദിവസങ്ങളിലെല്ലാം അങ്ങനെയാണ്. മോളെ, ദിനേശനുണ്ടോ ഇവിടെ? ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അന്നേരം പാറു. ആ ഉണ്ടല്ലോ, എന്താ ചേട്ടാ? അവനെപ്പോഴാ വന്നേ? ഇന്നലെ പാതിരാത്രിയെ കയറി വന്നേ, ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ഞാൻ 1-2 തവണ ചെന്ന് വിളിക്കുന്നു. മോളെ അവനിങ്ങ് വിളിച്ചേ. എന്താ ചേട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വെപ്രാളം പിടിച്ചുള്ള അശോകനെ ആ നിൽപ്പും സംസാരം കേൾക്കെ പാറുവിന് പന്തികേട് മണത്തു. ആ നീയോ? എന്താണ് ഈ കൊച്ചു വെളുപ്പാൻ കാലത്ത്? അശോകന്റെ ശബ്ദം കേട്ടിട്ടാണ് ദിനേശൻ പുറത്തേക്ക് ഇറങ്ങി വന്നത്. കൊച്ചു വെളുപ്പാൻ കാലോ? നേരെ എത്രയെന്നറിയോ? അശോകൻ ദേഷ്യത്തില്ല. ദിനേശൻ ചുമലിൽ തൂക്കിട്ടിരിക്കുന്ന ക്ലോക്കിലേക്ക് നോക്കി. ഓ 12 മണിയായോ? ദിനേശൻ ആ ബെഞ്ചിലേക്ക് ഇരുന്നു. ഇന്നലെ നീയോ ആ മമ്പാട്ട ചെറുക്കനും കൂടെ എന്തെങ്കിലും കശപിശുണ്ടായോ? അശോകൻ ദിനേശനെ ചുഴിഞ്ഞു നോക്കി. ഏയ് കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു വാക്കുതർക്കം അത്രേ ഉള്ളൂ. ദിനേശൻ വലിയ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു. ചെറിയ വാക്കുതർക്കോ? ആ ചെറുക്കന്റെ കൈ തല്ലിയൊടിച്ചെന്നാളെ കേട്ട് സ്റ്റേഷനിൽ പരാതി വന്നിട്ടുണ്ട്. ഈശ്വര! അശോകൻ പറഞ്ഞു നിർത്തിയപ്പോൾ പാറു നെഞ്ചിൽ കൈവച്ചു പോയി. പിന്നെ എന്റെ അടുത്ത് ചോറിയാൻ വന്ന ഞാൻ അവനെ മടി പിടിച്ചിരുത്തി കൊഞ്ചിക്കണോ? ചെയ്തതിലൊട്ടും കുറ്റബോധമില്ല ദിനേശന്. ഡാ ചെറുക്കിന് നിന്റെ മകനാവാനുള്ള പ്രായമല്ലേ ഉള്ളൂ. അത് അവനും ഓർക്കണമായിരുന്നു. തന്തയുടെ പ്രായമുള്ള ഒരാളോട് പറയാൻ പറ്റിയ വർത്താനല്ല അവൻ എന്നോട് പറഞ്ഞ്. അവന് കൊടുത്ത കുറഞ്ഞു പോയെന്നുള്ള സങ്കടം എനിക്ക്. ഒരൊറ്റ വീക്ക് അങ്ങ് തന്നാലുണ്ടല്ലോ.
ഒരു ചെറുക്കൻ്റെ കൈ തല്ലിയൊടിച്ചവും പോരാ. എന്നിട്ട് അവ അതിനെ ന്യായീകരിക്കുന്നു. നാണുണ്ടോടാ ചെറിയ പിള്ളേരായിട്ട് കുസ്തി പിടിച്ചടക്കാൻ? അശോകന് ദിനേശന്റെ ആ കൂസില്ലാത്ത ഇരുത്തം കണ്ടപ്പോൾ വിറഞ്ഞു കയറി. അശോകേട്ടാ, ഇനി എന്താ ചെയ്യാ? ആ ഒരു പ്രശ്നമാക്കുവോ? പാറുവിന് പേടി തോന്നി. മമ്പാട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞ് ഒത്തീർപ്പാക്കായിരുന്നു. ഇതിപ്പോ അതല്ല പ്രശ്നം. SIയുടെ അടുത്താണ് പരാതിയിട്ട് അവർ ചെന്നേക്കുന്നത്. ഞാനാണെങ്കിൽ അന്നേരം സ്റ്റേഷനിലില്ലായിരുന്നു. ഇല്ലെങ്കിൽ അപ്പൊ തന്നെ എന്തെങ്കിലും പറഞ്ഞു ഒതുക്കിയേനെ. ഇതിപ്പോ സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥയായി. നിന്നെ തേടി പിടിച്ച് സ്റ്റേഷനിൽ എത്തിക്കാൻ പറഞ്ഞിട്ട് നിരഞ്ജൻ സാറ്. അശോകൻ പറഞ്ഞു നിർത്തുമ്പോൾ പാർവണയുടെ നെഞ്ചിലൂടെ ഒരു തീയാളി. ഇങ്ങനെ സാറേ ആദ്യം തല്ലിയത്. നിരഞ്ജൻ അരികിൽ നിന്നിരുന്ന സുജിൻ ദിനേശിന് നേരെ കൈ ചൂണ്ടി. നിരഞ്ജൻ ഒരു നിമിഷം ദിനേശിനെ ചൂഴുന്നു നോക്കി. ശരിയാ സാറേ, ആദ്യം തല്ലിയ ഞാനാണെന്ന് നേരാ. എന്നെഴുതി വഴിയെ പോകുന്നതിന് വെറുതെ കയറി തലേന്റെ തലക്ക് ഓളൊന്നുമില്ല. ദിനേശൻ കൂസില്ലാതെ പറഞ്ഞു. ദിനേശിന്റെ ആ നിസ്സാരമട്ടുള്ള സംസാരം നിരഞ്ജൻ ഒട്ടും ബോധിച്ചില്ലെന്നുണ്ടെങ്കിലും ദിനേശിന്റെ നോട്ടത്തിലും ഭാഗത്തിലെല്ലാം അയാളുടെ ഭാഗത്താണ് ന്യായമെന്ന് നിരഞ്ജന് തോന്നുന്നുണ്ടായിരുന്നു. സുജിൻ കുറെ ശബ്ദമെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും അവരിൽ നേരിയ പതർച്ചയുണ്ട്. നിന്നെ തല്ലി കൈയോടിച്ച് ഇയാൾ സമ്മതിച്ചല്ലോ. ഇനി നീ പറ സുജിനെ, നിനക്കെന്തിനാ തല്ലിയിട്ടിയേ? നിരഞ്ജൻ സുജിന് നേരെ തിരിഞ്ഞു. സാറെന്തിനാ എന്നെങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അയാൾ തല്ലിയൊടിച്ച് എന്റെ കയ്യാ. ഞാൻ അയാളുടെ ദേഹത്തൊന്നും തൊട്ടിട്ട് പോലുമില്ല. സുജിൻ നിരഞ്ജൻ തന്നെ കുറ്റവാളിയെ ചിത്രീകരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ദേഷ്യം വന്നുപോയി. ഓ പിന്നെ തോടാൻ ഞാൻ നിന്നെന്ന് തന്നെ. ഇന്നലത്തെ മഴയത്ത് കുരുത്ത നിനക്കൊന്നും ദിനേശന്റെ ദേഹത്തോടാൻ പറ്റില്ലടാ. ദിനേശന് അപ്പുറം നിന്ന് വീരവാദം മുഴക്കവേ നിരഞ്ജൻ വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അയാളെ തിരിഞ്ഞു നോക്കി. ഞൊടിയിൽ ദിനേശന്റെ കോളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് നിരഞ്ജൻ അയാൾ ആ ചുമലിലേക്ക് ചേർത്ത് നിർത്തി. തന്തയുടെ പ്രായമുണ്ടെന്ന് ഇരുന്ന് അയഞ്ഞപ്പോ താനങ്ങ് ഉണ്ടാക്കാമെന്നാണ്ടല്ലോ. നാവടക്കിരിക്കാൻ തന്നെ കൊണ്ട് പറ്റില്ലടോ. കോളിൽ പിടിച്ച മുറുക്കം കൂടിയുണ്ട് ദിനേശൻ ശ്വാസം കിട്ടാത്ത പോലെ ഒന്ന് ചുമച്ചു. വന്നു കയറിയപ്പോൾ തുടങ്ങിയതാണ് ദിനേശന്റെ ചൊറിഞ്ഞ വർത്തമാനം. ഇതിൽ കൂടുതൽ നിരഞ്ജന് സഹിക്കാൻ വയ്യ. സാറേ വേണ്ട. അശോകൻ നിരഞ്ജനെ നോക്കി അപേക്ഷാഭാവത്തിൽ പറഞ്ഞു. നിരഞ്ജൻ നെറ്റി വിളിച്ചുകൊണ്ട് അശോകനെ നോക്കി. ദിനേശനെ സ്റ്റേഷനിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ തുടങ്ങിയതാണ് അശോകന്റെ വിയർക്കലും പരിങ്ങലും. തനിക്ക് ഇയാളെ നേരത്തെ അറിയാമടോ? നിരഞ്ജൻ അശോകനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉവ്, എന്റെ സുഹൃത്താ. അശോകൻ പതിയെ പറഞ്ഞു. ഓ വെറുതെ അല്ല താനിവിടെ കിടന്ന് ഉരുളുന്നത്. ഇങ്ങനെയുള്ള തെമ്മാടികളെല്ലാം വേറെ ആരെയും കിട്ടിയില്ലടോ എനിക്ക്. നിരഞ്ജൻ ദിനേശന്റെ കോളിൽ പിടിവിട്ടുകൊണ്ട് അശോകനെ പുച്ഛഭാവത്തിലും നോക്കി. അശോകൻ മുഖം താഴ്ത്തി കളഞ്ഞു. നിരഞ്ജൻ സുജിന് നേരെ തിരിഞ്ഞു. നേരത്തെ ദിനേശിനോട് നിരഞ്ജൻ കാണിച്ച പ്രകടനം കണ്ടപ്പോൾ തന്നെ സുജിൻ ചെറുതല്ലാത്ത രീതിയിലൊന്ന് വിരണ്ടിരുന്നു. ഇനി പറ സുജിനെ, എന്തിനാ ഇങ്ങനെ നിന്നെ തല്ലി കൈയൊടിച്ച്? അത് പറ. എന്റെ പെൺമക്കളെ പറ്റി അപാദം പറഞ്ഞാ സാറേ ഞാൻ അവനെ തല്ലിയത്. ദിനേശൻ ഇടയിൽ കയറി പറഞ്ഞു. അതിന് അവർ നിങ്ങൾ സ്വന്തം പെൺമക്കളൊന്നുമല്ലല്ലോ. സുജിൻ ദിനേശനുമായി കൊമ്പോർത്തു. അല്ലടാ മായേ, അതിന് നിനക്കെന്താ? ഞാൻ അഭയം കൊടുത്ത പിള്ളേരാ അവര്. ജന്മം കൊടുത്തില്ല അവരെന്റെ മക്കൾ തന്നെയാ. ഇനിയും നിന്റെ പുഴുത്ത നാവ് അവർക്കെതിരെ പൊങ്ങിയ അത് അറുത്തുമാറ്റാൻ എനിക്ക് മടിയൊന്നുമില്ല. ദിനേശൻ അവനെ നോക്കി പല്ലിയരിച്ചു. പറഞ്ഞു തീരുമ്പോൾ ദിനേശന്റെ സ്വരം നിടറിയതും അയാളുടെ സ്വരത്തിലെ ആത്മാർത്ഥതയും ഒരുപോലെ നിരഞ്ജനിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. നിരഞ്ജൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് സുജിന് നേരെ തിരിഞ്ഞു. ആ നന്നേ വിയർക്കുന്നുണ്ട്. അയാൾ പറഞ്ഞു നേരാണോടാ? നിരഞ്ജൻ അവരിൽ നിന്ന് കണ്ണെടുത്തില്ല. സുജിന്റെ മുഖം കള്ളത്തരം ചെയ്ത പോലെ കുനിഞ്ഞു. തൊട്ടടുത്ത നിമിഷം നിരഞ്ജൻ സുജിനെ കൈവീശി ഒന്ന് പൊട്ടിച്ചിരുന്നു. സുജിൻ അടികൊണ്ട കവളിൽ കൈവച്ച് പകപ്പോടെ നിരഞ്ജനെ നോക്കി. അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പഠിച്ചില്ലെങ്കിൽ നാട്ടുകാർ പെരുമാറിയവരും സുജിനെ ചിലപ്പോ ഇതുപോലെ പോലീസുകാരും. നിരഞ്ജന്റെ ആ പ്രതികരണത്തിൽ ചെറുതല്ലാത്തൊരു അതിശയ അശോകനും ദിനേശനും ഉണ്ടായി. അപ്പൊ സുജിനെ, നിനക്ക് കിട്ടേണ്ടെല്ലാം കിട്ടിയ സ്ഥിതിക്ക് പരാതിയൊന്നുമില്ലെന്ന് എഴുതി കൊടുത്ത് പോയേക്ക്. അപ്പൊ എന്റെ കൈ, എനിക്ക് പരാതിയുണ്ട്. സുജിന് ദേഷ്യം വന്നു. നിരഞ്ജൻ തലയിരിച്ചു പിടിച്ചുകൊണ്ട് അവനെ ക്രൂരമായി നോക്കി ചിരിച്ചു. പൊന്നു മോനെ സുജിനെ, നിനക്ക് പരാതി ഉണ്ടെങ്കിൽ അയാൾക്കും ഉണ്ടാവും. രണ്ട് പരാതിക്ക് ഞാനങ്ങ് പരിഹാരം കാണും. ലോക്കപ്പിൽ കയറ്റി ഞാനങ്ങ് ഉരുട്ടും രണ്ടിനെയും. പറഞ്ഞേക്കാം, പോലീസിന്റെ മൂന്നാം മുറ ഈ കിളന്തു പ്രായത്തിൽ അറിഞ്ഞാ ഭാവിയിലേക്ക് വലിയ പ്രശ്ന സുജിനെ. അവൻ അടിമുടിയെ നോക്കിക്കൊണ്ട് നിരഞ്ജൻ പറയവേ സുജിന് ഉമിനീര് വിഴുങ്ങി നിന്നുപോയി. അത്രക്കൊണ്ട് നിരഞ്ജന്റെ കണ്ണുകളിലെ തീക്ഷ്ണത. ദോ കൊണ്ടുപോയി രണ്ടാൾക്കും പരാതിയൊന്നുമില്ലെന്ന് പറഞ്ഞൊരു വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിടിച്ച് വിട്ടേക്ക്. നിരഞ്ജൻ അശോകനെ നോക്കി പറഞ്ഞു. ശരി സർ. അശോകന്റെ ശ്വാസം നേരെ വീണ അപ്പോഴാണ്. പിന്നെ ദിനേശൻ ചേട്ടോയ്, ഇനി താമല്ല അടിപിടിയും കൊണ്ട് ഈ സ്റ്റേഷനിലേക്ക് വന്നാലേ വായിലിരിക്കുന്ന പല്ലിന്റെ എണ്ണം കുറയും, ശരീരത്തിന്റെ എല്ലിന്റെ എണ്ണം കൂടും. പറഞ്ഞേക്കാം. താക്കീതോടെ നിരഞ്ജന അയാളെ ചൂഴ്ന്നു നോക്കി. രണ്ടാളും പുറത്തേക്ക് വന്നേ, പരാതിയില്ലെന്ന് എഴുതി ഒപ്പിട്ടിട്ട് പോകാൻ നോക്ക്. ദിനേശൻ SIയോട് എന്തെങ്കിലും തർക്കുത്തരം പറയുമെന്ന് ഭയന്നുകൊണ്ട് അശോകൻ വേഗം ഇടയിൽ കയറി പറഞ്ഞു. SIയുടെ റൂമിൽ നിന്ന് അവരെ പുറത്തേക്ക് ഇറക്കിയപ്പോഴാണ് അശോകന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രണ്ടാളും കൂടെ പറഞ്ഞു ഒത്തീർപ്പാക്കിക്കോളാൻ. അന്നേരം നിനക്കല്ലായിരുന്നു സുജിനെ SI കണ്ടേ പറ്റൂന്ന് വാശി. എന്നിട്ട് നീ ശരിക്കും കണ്ടില്ല SIയെ.
അശോകന് വെള്ള ഗ്ലാസ് അവന് നേരെ നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ അശോകൻ പറഞ്ഞ് കേട്ടാൽ മതിയായിരുന്നു സുജിന് തോന്നുന്നുണ്ട്. സുജിനെയും ദിനേശിനെയും ഒപ്പം നിർത്തി നടന്ന വഴക്ക് അശോകൻ ഒത്തുതീർപ്പാക്കി വിടുന്നതിനിടയിലാണ് കാർത്തും പാറും അങ്ങ് വന്നത്. കാർന്നോനെ, നിങ്ങളെ ആ കടവൊന്നും ചെയ്തില്ലേ? കാർത്തു അതിശയഭാവത്തിൽ ദിനേശിനെ അടിമുടിയും നോക്കി. ഏയ് എവിടുന്ന് ആ ഭീകരി ചെറുക്ക എന്നെ എന്തുണ്ടാക്കാനാ? ദിനേശിന്റെ വീരവാദം കേൾക്കി അശോകന് ശരി വന്നു. മക്കൾ എന്തിനാ ഇങ്ങോട്ട് കയറി വന്ന്? ഞാൻ പറഞ്ഞാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് അശോകൻ പാറുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഇരുന്നിട്ട് ഇരിപ്പുറക്കിന്റെ അശോകേട്ടാ, അതുകൊണ്ട് ഞാനിങ്ങ് വന്നേ. പാറു ആകുലതയോടെ പറഞ്ഞു. മോള് പേടിക്കണ്ട കേട്ടോ, രണ്ടാളെ ഒത്തുതീർപ്പാക്കി ഇട്ടോളാൻ പറഞ്ഞു SI സാറ്. അശോകൻ പറയവേ പാറു സമാധാനത്തിലൊന്ന് തലയാട്ടി. എന്നാ ഞങ്ങൾ പോയിക്കുവാണേ, SI സാറിന് ഞങ്ങൾ കാണണ്ട. പാറു അശോകനോട് അത്രയും പറഞ്ഞുകൊണ്ട് കാർത്തുവിന്റെ കൈയും പിടിച്ച് പുറത്തേക്ക് കിടക്കാൻ തുടങ്ങിയ അതേ നിമിഷം നിരഞ്ജൻ തന്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. വീടിലേക്ക് പോകാൻ ഒരുങ്ങിയ നിരഞ്ജൻ ഒരു നിമിഷം പാറുവിനെ കണ്ടു നിന്നു. അവന്റെ നെറ്റിയിൽ വരകൾ വീണു. ഇവരോട് ഞാൻ ഒരു നേരം ചായ കൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ? നിരഞ്ജന്റെ കണ്ണുകൾ കുറുകി. അയ്യോ സർ, ഇവര് ചായയായിട്ട് വന്നല്ല, ദിനേശന്റെ മക്കൾ ഇവരാ. അശോകൻ അറിവില്ലാതെ വലിയൊരു അബദ്ധം വിളിച്ചു പറഞ്ഞു. പാർവണ ഉമിനീര് വിഴുങ്ങിക്കൊണ്ട് നിരഞ്ജനെയും നോക്കി. അവന്റെ ഗൗരവം നിറഞ്ഞ മുഖത്ത് ഞൊടിയിടൽ ചിരി വന്ന് നിറഞ്ഞു. ഇരയെ മുന്നിൽ കിട്ടിയ വേട്ടക്കാരന്റെ ചിരി. സുജിൻ അന്നേരം പരാതിയില്ലാന്ന് എഴുതി ഒപ്പിട്ട് പേപ്പർ അശോകന് നേരെ നീട്ടി. അശോകൻ അത് കൈ നീട്ടി വാങ്ങുമ്പോഴേക്കും നിരഞ്ജൻ അത് കൈക്കലാക്കിയിരുന്നു. നിനക്ക് പരാതിയില്ലെന്ന് ഉറപ്പല്ലേ സുജിനെ? സുജിൻ എഴുതി കൊടുത്ത പേപ്പർ തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. സാറ് നിർബന്ധിച്ചുകൊണ്ടാ ഞാൻ. സുജിൻ പാതി വഴിയിൽ പറച്ചിലെത്തി ദിനേശനെ അമർഷത്തോടെ നോക്കി. കാർത്തു നോക്കുമ്പോൾ ദിനേശനാണെങ്കിൽ മിഥുന സിനിമയിലെ ഇന്നസെന്റിനെ പോലെ പുച്ഛം വാരി വിതറി നിൽപ്പാണ്. ഇങ്ങനെ ഇത് ആവശ്യമില്ലാത്തടത്ത് എക്സ്പ്രഷൻ ഇട്ട് ചാളാക്കും. കാർത്തു മനസ്സിൽ പിറുവിറുത്തു. അങ്ങേർക്ക് അറിയില്ലല്ലോ പാറുവും നിരഞ്ജനും കൂടെ ഉണ്ടായ അടി. അപ്പൊ ഞാൻ നിർബന്ധിച്ചില്ലായിരുന്നുവെങ്കിൽ നിനക്ക് പരാതി ഉണ്ടാവുമായിരുന്നു അല്ലേ? ചോദ്യം സുജിനോടാണെങ്കിൽ നിരഞ്ജന്റെ നോട്ടം പാറുവണയിലാണ്. ആ ഉണ്ടായിരുന്നു. പൊട്ടൻ ആട്ടം കാണുന്ന പോലെ സുജിൻ ഒന്നറിയാത്ത പോലെ തലയാട്ടി. കയ്യിൽ നിന്ന് വെള്ള ഗ്ലാസ് നിരഞ്ജൻ കീറി വലിച്ചെറിഞ്ഞ ഞൊടിയിടയിലാണ്. പാറുവടക്ക എല്ലാവരും നിരഞ്ജന്റെ ആ പ്രകടനത്തിൽ ഞെട്ടി. നിരഞ്ജൻ ഒരിക്കൽ കൂടെ പാറുവിനെ നോക്കി. അവൾ അരുതെന്ന് കണ്ണുകൾ കൊണ്ട് അപേക്ഷിച്ചു. നിരഞ്ജന്റെ മുഖത്ത് വക്രീച്ച ചിരിക്ക് ശക്തി കൂടി. നിരഞ്ജൻ തിരിഞ്ഞ് ദിനേശനെ നോക്കി. ദിനേശന്റെ നെറ്റിയിൽ വരകൾ വീണു. കുറച്ചു നേരത്തെ കണ്ട മട്ടും പാവും നില നിരഞ്ജൻ ഇപ്പോൾ. അപ്പൊ ദിനേശൻ ചേട്ടാ, ഞാനൊന്ന് ഇരുത്തി ആലോചിച്ചപ്പോ എനിക്ക് തോന്നി ഈ പരാതി അങ്ങനെ ഒതുക്കി തീർക്കേണ്ട കാര്യമില്ലെന്ന്. നിരഞ്ജൻ ശാന്തനായി പറഞ്ഞു. കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത. സാറ് നേരത്തെ ഇതിലല്ലോ പറഞ്ഞേ ഒത്തുതീർപ്പാക്കി പോയിക്കോളാനല്ലേ? അതപ്പോ ഇപ്പൊ എനിക്ക് തോന്നുന്നു സൂരജിന്റെ ഭാഗത്താണ് ശരിയെന്ന്. ഇങ്ങനെ തരത്തിന് വാക്കുമാറ്റി പറയും നല്ല എന്തൊക്കെ പറഞ്ഞമാരുടെ സ്വഭാവമല്ലേ സാറേ? ദിനേശൻ പറഞ്ഞിരുത്തവേ അശോകൻ തലയിൽ കൈവച്ചു പോയി. ദിനേശന്റെ നാവിൽ നിന്ന് അത് വന്നുപോയതാണ്. മുന്നിൽ നിൽക്കുന്ന ഒരു SI ആണെന്ന ബോധം അന്നേരം ദിനേശന് ഉണ്ടായിരുന്നില്ല. പറഞ്ഞത് അബദ്ധമാണെന്ന് ഉള്ളിൽ കരുതും മുന്നേ ദിനേശന്റെ കരണമുഖച്ചുണ്ടൊരു അടി വീണിരുന്നു. ദിനേശനൊരു വശം വേശു വീണുപോയി. ആ ഒരൊറ്റടിയിൽ ദിനേശന്റെ ചുണ്ടുപൊട്ടി ചോരയും വന്നു. പെൺകുട്ടികൾ ഇരുവരും ഉറക്കെ കരഞ്ഞുപോയി. വന്ന കിളവാ, തനിക്ക് ഞാൻ നല്ല എന്തൊക്കെ പറഞ്ഞാണെന്ന് അറിയണോളാ? ചോദ്യത്തോടൊപ്പം അടുത്തടിയും വീണിരുന്നു. പരാതി ഉണ്ടെന്ന് പറഞ്ഞ സുജിനയുടെ കാടിയിൽ ഭയന്നുപോയി. ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും കശപ്പിച്ചുകൊണ്ടെങ്കിലും ഇപ്രാവശ്യം ദിനേശൻ തന്നെ തല്ലിയത് തന്റെ നാവ് ശരിയില്ലാത്തതുകൊണ്ടാണ് സുജിന് നന്നായിട്ട് അറിയാം. അതിന്റെ പേരിൽ അത്യാവശ്യം ദേഷ്യമുണ്ട് സുജിന് അയാളോട്. പക്ഷെ ആ പെൺകുട്ടികൾ ദിനേശൻ സ്വന്തം മക്കളെ പോലെയാണ് നോക്കുന്നത്. എല്ലാവരെയും പോലെ സുജിനും അറിയാം. പക്ഷെ വഴക്കുണ്ടായപ്പോൾ ദിനേശനൊന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണ് ഇന്നലെ അങ്ങനെയൊക്കെ. അത് വേണമെന്ന് വെച്ചിട്ടല്ല, വയറ്റി കിടന്ന കള്ള് ചതച്ചതാണ്. പക്ഷെ എന്ന് കരുതി നിരഞ്ജൻ ഇങ്ങനെ മർദ്ദിച്ചാൽ അയാൾ ചത്തുപോയെന്ന് പോലും സുജിന് തോന്നി. അടുത്തടിയിൽ ദിനേശനൊന്ന് ചുമച്ചുകൊണ്ട് രക്തം തുപ്പിയപ്പോൾ കാർത്തുവും പാറും ഒരുപോലെ ഓടി വന്ന് ദിനേശനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുപോയി. പേടിച്ചു മാറ്റിയാണ്ടിനെയും. അരികിൽ നിന്നിരുന്ന കോൺസ്റ്റബിൾ റീത്തമ്മയെ നോക്കി നിരഞ്ജൻ മുരണ്ടു. റീത്തമ്മ പെൺകുട്ടികളുടെ കരച്ചിൽ കണ്ട് ദയനീയമായി നിരഞ്ജനെയും നോക്കി. പാറ്റിലേക്ക് പറഞ്ഞേക്കു, ചെവിക്കല്ലിന് എണ്ണം കൊടുത്തിട്ട് രണ്ടിനെയും ഞാൻ തന്നെ മാറ്റിക്കോളാം. നിരഞ്ജന്റെ പക നിറഞ്ഞ സ്വരം കേൾക്കെ അശോകനും റീത്താമ്മയും കൂടെ ആ ഒരു ദിനേശന്റെ അരികിൽ നിന്ന് വലിച്ചു മാറ്റി. മക്കൾ ഇങ്ങോട്ട് വാ. അശോകൻ കാർത്തുവിനെ അടക്കിരുത്താൻ പാടുവിട്ടുപോയി. ഇല്ല, എന്റെ അച്ഛനെ തല്ലലേന്ന് പറ. കാർത്തു ഉറക്കെ കരഞ്ഞോട് വാവിട്ട് കരഞ്ഞു. തറയിൽ ഇരുന്ന് അവശനായി കിതപ്പടക്കം ദിനേശൻ കലങ്ങിയ വിളികളോടെ കാർത്തുവിനെ നോക്കി. കാർന്നോരെ എന്നല്ല ഇന്നേവരെ അവൾ വിളിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ അച്ഛ എന്ന് വിളിച്ച വിളി ദിനേശന്റെ ചങ്കിൽ തറച്ചുപോയി. ആ വേദനയ്ക്കിടയിലും ദിനേശന്റെ ഉള്ളൊന്ന് തണുത്തു ആ വിളിയിൽ. പാറു ഓടിപ്പോയി നിരഞ്ജന്റെ അടുത്തേക്ക് മുട്ടൂത്തി നിന്നു. പ്ലീസ്, ഞാൻ കാല് പിടിക്കാം സാർ. പാറു കൈകൂപ്പിക്കൊണ്ട് നിരഞ്ജനെ നോക്കി കേണു. നിരഞ്ജൻ അവിടെ മുഖത്തിന് നേരെ മുഖം കുനിച്ചു. തീർന്നോടി നിന്റെ അഹങ്കാരം. നിരഞ്ജന്റെ കണ്ണിൽ പകയാണ്. നിരഞ്ജന്റെ കണ്ണിലെ പകയുടെ കാരണം പാറുവിനും കാർത്തുവിനും ഒരുപോലെ മനസ്സിലായി. കിട്ടിയ കച്ചി തുരുമ്പ് നിരഞ്ജൻ ഒഴിവാക്കില്ലെന്ന് ഉറപ്പായിരുന്നു കാർത്തുവിന്. അതുകൊണ്ട് തന്നെ നിരഞ്ജനോട് എത്ര അപേക്ഷിച്ചിട്ടും കാര്യമില്ലെന്ന് അവൾക്ക് തോന്നി. കാർത്തു സുജിന് നേരെ തിരിഞ്ഞു.
അവൻ ഭയപ്പെട്ട് നിൽക്കുകയാണെന്ന് തോന്നി കാർത്തുവിന്. പ്ലീസ് പരാതിയില്ലെന്നൊന്ന് പറ, ഇല്ലെങ്കിൽ എൻ്റെ അച്ഛനെ അയാൾ ഇനിയും ഉപദ്രവിക്കും. ഞങ്ങൾക്ക് വേറെ ആരുമില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി പറയുന്ന കാർത്തുവിനെ കാണേ സുജിന്റെ ഉള്ളൊന്ന് പിടഞ്ഞു. സർ, എനിക്ക് പരാതിയൊന്നുമില്ല, സുജിൻ വേഗത്തിൽ വിളിച്ചു പറഞ്ഞു. ദിനേശന്റെ കോളിൽ കുത്തിപ്പിടിച്ചിരുന്ന നിരഞ്ജന്റെ കൈയൊന്ന് അയഞ്ഞു. നിരഞ്ജൻ കണ്ണുകൾ കൂർപ്പിച്ച് അവനൊരു നോട്ടം നോക്കി. സുജിൻ ആ നോട്ടത്തിൽ ഉമിനീര് വിഴുങ്ങിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.